വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ ഉള്ളതായ ധ്യാനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സഹോദരന്മാരെയും ഹൃദയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. 23-ാം സങ്കീർത്തനം അതിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദിനാൽ എഴുതപ്പെട്ട ഒരു സങ്കീർത്തനം അത്ര. 23-ാം സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യത്തിൽ വായിക്കുന്ന ഇപ്രകാരമാണ്: യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാക്കിയില്ല. അതിൻ്റെ അവസാനത്തെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവന് വേണ്ടി എല്ലാ സകലവും മനുഷ്യന് വേണ്ടി ദൈവം മുന്നമേ സൃഷ്ടിച്ചു. അതിനുശേഷമാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ജീവശ്വാസം, വെള്ളം, ഭക്ഷണത്തിനുള്ള സകല ക്രമീകരണങ്ങളും, പശുപക്ഷികൾ, അതേ എല്ലാ കാര്യങ്ങളും മുന്നമേ സൃഷ്ടിച്ച ശേഷം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. എന്നാൽ മറ്റ് മൃഗജാലങ്ങളിലും പശുപക്ഷികളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സഭാപ്രസംഗിയുടെ പുസ്തകം. ശലോമോൻ രാജാവ് എഴുതപ്പെട്ട പുസ്തകമാണ് സഭാപ്രസംഗി. അതിൻ്റെ 3-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: ദൈവം സകലതും ചൊവ്വായി ചെയ്ത ശേഷം മനുഷ്യന്റെ ഹൃദയത്തിൽ നിത്യത വെച്ചു എന്നുള്ളത്. അപ്പം മനുഷ്യന് മൃഗവുമായിട്ടുള്ള വ്യത്യാസം ദൈവം വരുത്തിയത് നിത്യത, ദൈവത്തെക്കുറിച്ചുള്ള നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അവന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചു. എല്ലാ മനുഷ്യർക്കും ആവശ്യമായിരിക്കുന്ന ഒന്നാണ് നിത്യത എന്നുള്ളത്. എന്നാൽ ആ നിത്യത നാം എവിടെ കഴിക്കുന്നു എന്നുള്ളത് നാം ഭൂമിയിൽ വെച്ച് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലുതായ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ദാവീദ് പറയുന്നത് ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ദൈവം നമ്മുടെ രാജാവായി തീരുവാൻ അതേ ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരിക്കൽ ഒരു രാജാവ് തൻ്റെ ജന്മദിനത്തിൽ എല്ലാ തൻ്റെ മന്ത്രിമാരെയും തൻ്റെ കുടുംബത്തെയും ഒക്കെ വിളിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞു: ഈ കൊട്ടാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തു ഞാൻ വെച്ചിട്ടുണ്ട്. ഏത് വ്യക്തി എന്താണ് ആ വസ്തു അതിൽ തൊട്ടാൽ ഞാൻ ഫ്രീ ആയിട്ട് അത് അവന് കൊടുക്കും. എല്ലാവരും അല്പനിമിഷത്തിനുള്ളിൽ എന്താണ് വസ്തു എന്ന് കണ്ടുപിടിക്കുവാൻ അവരുടെ കണ്ണുകളിൽ തോന്നിയതായ സകലത്തിൽ പിടിക്കുവാൻ കൂടി. ചിലര് ഖജനാവിന്റെ ഡോറിൽ പിടിച്ചു, ചിലര് രാജാവ് സഞ്ചരിക്കുന്ന കുതിരയെ തൊട്ടു, ചിലര് രാജാവിന്റെ രഥത്തെ തൊട്ടു. അങ്ങനെല്ലാം മുമ്പോട്ട് പോയി. എന്നാൽ തൻ്റെ മകൻ മുമ്പോട്ട് വന്നിട്ട് രാജാവിനെ തൊട്ടു. രാജാവ് ചിരിച്ചു. ഇതായിരുന്നു യഥാർത്ഥ വസ്തു. ആ രാജകൊട്ടാരത്തിൽ ഏറ്റവും പ്രധാനം രാജാവ് കൊടുക്കുന്ന അനുഗ്രഹങ്ങളല്ല, രാജാവ് തന്നെയാണ്. അങ്ങനെ ദാവീദ് പറഞ്ഞ പോലെ യഹോവ നമ്മുടെ രാജാവായി, യഹോവ നമ്മുടെ ദൈവമായി തീരുന്നുവെങ്കിൽ നമുക്കുള്ള സകലതും ദൈവം നൽകി തരും. നിത്യജീവൻ, നിത്യപ്രത്യാശ, നിത്യജീവൻ, സ്വർഗം എന്ന് വേണ്ട സകല അനുഗ്രഹങ്ങളും സൃഷ്ടിതാവായ ദൈവം മനുഷ്യൻ നൽകുവാൻ തക്കണം യേശു കർത്താവിനെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ രാവിലെ സമയത്ത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ലോകത്തിൽ ഏറ്റവും പ്രാപിക്കാനുള്ള ഏറ്റവും വലിയ ഒരു അനുഗ്രഹമാണ് ദൈവത്തെ കണ്ടുമുട്ടുക. ആ നിത്യത നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്. എന്ന കാലം ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളെ ഓരോരുത്തരെയും ദൈവം സഹായിക്കട്ടെ. ഞാൻ ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവേ, അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു. ഈ രാവിലെ സമയത്തോ ഈ സൂമിൽ കൂടി കർത്താവെ കേട്ടതായ ചെറിയ ഈ വചനം എല്ലാവരുടെയും ഹൃദയത്തിൽ ആഴമായി പതിയുവാൻ കർത്താവ് സഹായിക്കണം. എല്ലാവരും അനുഗ്രഹിക്കണം. അവിടെ ഞങ്ങളുടെ രാജാവാണ്, അവിടെ ഞങ്ങളുടെ സമാധാനമാണ്, അവിടെ ഞങ്ങളുടെ ജീവനാണ്. അങ്ങയുടെ കരങ്ങൾ താഴ്ത്തി ഏൽപ്പിക്കുന്നു. എല്ലാറ്റും നന്ദി, മഹത്വം തിരുമേനിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.